ഞാൻ ഉടമ്പടി എടുത്തത് 2024 ജനുവരി 12 ഞാൻ ബിടെക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കോർ സബ്ജക്റ്റ് എനിക്ക് വളരെ പാടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ പപ്പയുടെ മമ്മിയുടെ അടുത്ത് പറഞ്ഞു, എനിക്കിത് ഭയങ്കര പാടാണ്, എനിക്ക് ജയിക്കുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പപ്പയും മമ്മിയും ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പപ്പ പറഞ്ഞു, നീ എൻ്റെ കാശുരൂപം കൂടെ കൊണ്ടുപോക്കോ, എന്നിട്ട് പരീക്ഷ എഴുതുന്ന സമയത്ത് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം ഞാനങ്ങനെ ആ പരീക്ഷയ്ക്ക് പോയപ്പോൾ കാശുരൂപം കൊണ്ടുപോയും പരീക്ഷയ്ക്ക് തുടങ്ങിയപ്പോൾ വിശ്വാസപ്രമാണം ചൊല്ലുകയും ചെയ്തു. അപ്പോൾ പരീക്ഷ എനിക്ക് വളരെ പാടായിരുന്നു. പക്ഷേ പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ പരീക്ഷയിൽ 40 മാർക്കാണ് ജയിക്കാൻ വേണ്ടത്, അതിൽ 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തന്നെ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യനായിരുന്നു. അങ്ങനെ ആ മാതാവിൻ്റെ സഹായത്തോടെ എനിക്ക് ആ പരീക്ഷയ്ക്ക് 20 മാർക്ക് എക്സ്ട്രാ കിട്ടുകയും ആ പരീക്ഷയ്ക്ക് പാസ്സാവുകയും ചെയ്യാൻ പറ്റി. പിന്നെ ഞാൻ വേറെ പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഉള്ള പരീക്ഷയ്ക്ക് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറയായിരുന്നു ഞാൻ അങ്ങനെ പരീക്ഷയ്ക്ക് പോകണമെന്ന്. പക്ഷേ വലിയ കാര്യമായിട്ട് പ്രാർത്ഥിക്കലായിരുന്നു. പക്ഷേ ആ സബ്ജക്റ്റിനൊക്കെ എനിക്ക് വളരെ മാർക്ക് കുറയുകയും അതേസമയം ഞാൻ പാടാണെന്ന് മാതാവിൻ്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചു പോണ സബ്ജക്റ്റുകൾക്ക് മാർക്ക് കൂടുതലാണ്. പ്രത്യേകിച്ച് IELTS സമയത്തായാലും എനിക്ക് സ്പീക്കിങ്ങിനും റൈറ്റിങ്ങിനും ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചാണ് പ്രാർത്ഥിച്ചോളൂ, മാതാവിൻ്റെ അടുത്തൊക്കെ പറഞ്ഞത് കുറച്ചായിരുന്നു. പക്ഷേ അതേസമയം എനിക്ക് റീഡിങ്ങും റൈറ്റിങ്ങും പാടായിരുന്നുകൊണ്ട് ഞാനത് മാതാവിൻ്റെ അടുത്ത് പ്രത്യേകം പറയണേയും എഴുതണ സമയത്തൊക്കെ എടുത്ത് പറയുകയും ചെയ്തു, മാതാവെ സഹായിക്കണേന്ന്. അപ്പോൾ റീഡിങ്ങിൻ്റെയും ലിസണിങ്ങിൻ്റെയും സമയത്ത് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 7ഉം മറ്റേതിൻ്റെ മാർക്ക് 6ഉം 6.5 ആയിരുന്നു. അത്രയും വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പപ്പയും മമ്മിയും പറഞ്ഞു ഉടമ്പടി എടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ വന്നിട്ട് പോവുകയാണ് ചെയ്തത്. പിന്നെ വീണ്ടും പറഞ്ഞപ്പോൾ ഞാൻ രണ്ടാമതും പറഞ്ഞതല്ലേന്ന് വെച്ച് ഞാൻ ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓസ്ട്രേലിയയിലേക്ക് സ്റ്റുഡൻറ്റ് വിസേനുള്ള പരിപാടിയൊക്കെ ചെയ്ത് അതൊക്കെ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാതാവിൻ്റെ സഹായത്തോടെ പെട്ടെന്ന് സഹായിക്കുകയും വിസ കിട്ടുകയൊക്കെ ചെയ്തു. അത് വിസയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും പോണേക്കാളും മുമ്പ് അക്കോമഡേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശരിയാക്കിയായിരുന്നു. പക്ഷേ ഞാൻ എന്തോരം നോക്കിയിട്ട് എനിക്ക് അക്കോമഡേഷൻ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ശരിയാവേണ്ടായില്ല. ഞാൻ പോയത് മെൽബൺ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ്. അവിടെ എനിക്ക് ആരെയും പരിചയമില്ല. അപ്പോൾ ഞാനവിടെ മാതാവിലുള്ളൊരു വിശ്വാസം വെച്ച് ഞാനവിടെ ചെന്നു. അവിടെ ചെന്ന് എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങിയിട്ട് ഞാനിങ്ങനെ നോക്കിയേക്കാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും കൊണ്ടുപോകാൻ ആൾക്കാരൊക്കെ വന്നു. ഞാനവിടെ ചെന്ന് എൻ്റെ ലഗേജൊക്കെ ആയിട്ട് ഞാൻ അവിടെ പുറത്തിങ്ങനെ നോക്കി നിൽക്കുകയാണ്. എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു പൈസ ഉണ്ടാവുള്ളൂ, കാർഡൊന്നും ഉണ്ടായിരുന്നില്ല താനും. അപ്പം ഞാനിങ്ങനെ നിൽക്കണ കണ്ടിട്ട് ഒരു ഹിന്ദിക്കാരി ചേട്ടൻ വന്ന് പറഞ്ഞു, നീ എന്തെങ്ങനെ നിൽക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു സ്ഥലത്തോട്ട് പോകണം, പക്ഷേ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എൻ്റെ കയ്യിലാണെങ്കിൽ കാർഡും ഇല്ല, പൈസ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, ഞാൻ പൈസ കൊടുത്തോളാം, നീ പൊക്കോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാനൊരു സ്ഥലത്തോട്ട് ചെന്ന് എനിക്ക് ഒരു ദിവസം നിൽക്കാനുള്ള സാഹചര്യം എനിക്ക് അവിടെ ഉണ്ടായുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ചേട്ടൻ എനിക്ക് ഒരു നമ്പർ അയച്ചു തന്നു, നീ ഈ നമ്പറിലോട്ട് വിളിച്ചു നോക്ക്, അക്കോമഡേഷൻ എന്തെങ്കിലും ശരിയാവുമെന്ന് പറഞ്ഞു.